നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമോ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമോ അവരെ ലൈഫിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ മാറ്റിയിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കമ്മിറ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ ഇന്നോ നാളെ നടക്കും എന്നല്ല, പക്ഷെ വരുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതും ഏത് തരത്തിൽ. ചില കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്നുള്ള ഒരു ഇത് പറയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ മാരേജ് എന്തും. ഓക്കെ, അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം കമ്മിറ്റ്മെൻറ്റ് മീനിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സി നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അവരുടെ ഫീലിങ്സ് എടുക്കാം, ഫീലിങ്സ് ആൻഡ് ഫ്യൂച്ചർ എന്ന പോലെ. ഓക്കെ, ഇപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്? വാവ്, ഓ മൈ ഗോഡ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, 8 of wands, ടവർ കാർഡ്, കിങ് ഓഫ് wands, one more card, പേജ് ഓഫ് പെന്റിക്കിൾസ്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിലേക്ക് ആക്ഷൻ നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാം? ഓക്കെ, ടു സോർട്സ്, ഹെറഫന്റ്. വെരി ഗുഡ്. ഓക്കെ, കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഒരു ചോയ്സ് എടുക്കുന്ന കാര്യം കാണുന്നുണ്ട്. ആൻഡ് ഹൈറോഫൻ്റ് ആണ്. സോ മാരേജ് എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ റിലീജിയൻ വേറെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ചിലപ്പോൾ റിലീജിയൻ ഇടയിൽ തടസ്സം ഉണ്ടാവാം, അതിൻ്റെ ആയിരിക്കാം ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് തന്നെ നമുക്ക് ആൻസർ തന്നു കഴിഞ്ഞു. നിങ്ങളോട് അവർ ഫീൽ ചെയ്യുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ചാൽ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ്, നിങ്ങളോട് ഫീലിങ്സ് അത്ര സ്ട്രോങ് ആയിട്ട്. ഓക്കെ, അത്രയും മനസ്സ് നിറഞ്ഞ് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിക്കൊക്കെ പറയാം. മനസ്സിൽ മുഴുവൻ നിങ്ങളേ ഉള്ളൂ, നിങ്ങളോടുള്ള സ്നേഹമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജ് വരും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്നേഹത്തോടെയുള്ള ഒരു മെസ്സേജ് കാണാൻ വരാം. ചിലവർക്ക് ട്രാവലിംഗ് കാണാം, മീറ്റ് ചെയ്യാം. ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പെട്ടെന്ന് എന്ന് പറയാം. ഓക്കെ, കാര്യങ്ങൾ സ്റ്റക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് സ്പീഡിൽ. ഓക്കെ, ടവർ കാർഡിൻ്റെ ടവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു നിങ്ങൾ തമ്മിൽ മുൻപ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാവുന്ന കിങ് ഓഫ് wands ആണ്. സോ നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് അവരൊരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളോടൊരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ലൈഫ്, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് പറയാം. പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. പേജ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ചിലവർ നിങ്ങളോട് ഇപ്പം എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരൊരു സോറി പറഞ്ഞ് വരുമെന്ന് പറയാം. ഓക്കെ, അവർ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവർ ആദ്യം കൊണ്ടുവരും. ഓക്കെ, അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കൊടുക്കും. കാരണം അവർക്ക് എവിടെയോ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കയറിയിട്ടുണ്ട് അവരുള്ളിൽ. ഓക്കെ, ഈ ഒരു ടവർ മൊമെൻറ്റ് വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ, നോ കോൺടാക്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ മാറിപ്പോയതായിരിക്കാം, അകന്ന് നിന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേ ബി സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ലൈക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിപ്പോൾ നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു പേടി വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്ക് വളരെയധികം ആ സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ട് പോകുമെന്ന്. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതായിട്ട് കാണുന്നുണ്ട്. 2 of Pentacles ആൻഡ് 2 of Swords ഉണ്ട്. സോ ഒരു ഡിസിഷൻ അവർക്ക് ലൈഫിൽ എന്ത് ചൂസ് ചെയ്യണം. അവരുടെ ലൈഫിൽ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്, അവരെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. ഇവിടെ ഒരു 7 of Cups എവിടെ ഉണ്ടായിരുന്നു. 7 of Cups അവരുടെ ലൈഫിൽ വേറെയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൽ നിന്ന് അവർക്ക് എന്താ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതുവരെ. ഐ തിങ്ക് പാസ്റ്റിൽ ഇതുവരെ അവർക്ക് ആ കൺഫ്യൂഷൻ അവർ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊരു ചോയ്സ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരൊരു ഓഫറുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അഗെയിൻ 4 of Cups നമ്മൾ ലാസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. അവർക്ക് വേറെ ഒന്നിലും അവർക്ക് താല്പര്യം തോന്നുന്നില്ല ഇപ്പോൾ. ഓക്കെ, വേറെ അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും 7 of Cups ഉണ്ടായിരുന്നു അല്ലേ. 7 of Cups എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസ് എന്നാണ് പറയാം, പക്ഷെ അതിലൊന്നും അവർക്ക് താല്പര്യം തോന്നുന്നില്ല ഇപ്പോൾ.
ഓക്കെ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ടവർ മൊമെന്റ് വന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും അപ്പം നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അല്ല ടവർ മൊമെന്റ് എന്ന് മാത്രമല്ല, മീൻസ് എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിൽ ഒരകൽച്ച വരും എന്നുള്ള തോന്നലോ എന്ത് തന്നെയായാലും ഒരു പേടി അവരുള്ളിൽ, നിങ്ങൾ തമ്മിൽ വിട്ടുപോവോ, അവർക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പേടികൾ അവർക്ക് വന്നപ്പോൾ ഇപ്പോൾ അവർ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുകയാണ്, മുന്നോട്ട് വരാൻ തയ്യാറാവുന്നുണ്ട്. അഗെയിൻ യാത്രയുടെ കാര്യമാണ്, ദൂരെ ആണെങ്കിൽ കാണാൻ വരാം. അല്ലെങ്കിൽ അഗെയിൻ ഇതും നമ്മൾ വെയിറ്റിങ്ങിൻ്റെ ആണ് പറയുക, ദൂരെയാണ് എന്നുള്ള രീതിക്കും പറയും, വെയിറ്റിംഗ് എന്നും പറയും. ഓക്കെ, അവർ കാര്യങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഡിലേ ഉണ്ട് ഇവിടെ. ഓക്കെ, സമയത്തിൻ്റെ ഡിലേ ഇവിടെ ഡിസിഷൻ്റെ ആണ്. ഒരു തീരുമാനം എടുക്കാനുണ്ട്, അതിനുവേണ്ടി ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ വരുമെന്നും ഉണ്ടാവും, അങ്ങനെയും ഉണ്ടാവും. ദാറ്റ് ഇവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വേറെയും ചില കാര്യങ്ങളിൽ ഇഷ്യൂസ് വരും അല്ലേ. അപ്പോൾ എല്ലാം ഒന്ന് ശരിയാവാനൊക്കെ അതിൻ്റെതായ സമയം എടുക്കും. പക്ഷെ അവർ മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാണാൻ വരാൻ പ്ലാൻ ഉണ്ടാവാം, മീറ്റിങ്ങിന് പ്ലാൻ ഉണ്ടാവാം, വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒന്ന് കാണണം, മീറ്റ് ചെയ്യണം, എല്ലാം അവർക്കും ആഗ്രഹമുണ്ട്. ഇവിടെ കിങ് ഓഫ് കപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നോക്കാം. കമ്മിറ്റ്മെന്റ് തരുമോ, നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് പ്രതീക്ഷ. ഇപ്പോൾ അവർ ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീരുമാനം നിങ്ങളുടെ ഭാഗത്തേക്കാണ് കൂടുതലും, എന്താ പറയുക, 75-80% നിങ്ങളുടെ ഭാഗത്തേക്കാണ്. നോക്കട്ടെ നമുക്കൊന്നുകൂടി ഫ്യൂച്ചറായിട്ട്. ലവേഴ്സ് റിയൂണിയൻ, സ്ട്രെങ്ത്, 10 of wands, 3 of wands, 5 of wands. യെസ്, ഹെർബൻ. ഓക്കെ, അവർക്ക് ചില സ്ട്രഗിൾസ് കൂടി ഗോ ത്രൂ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ചില സ്ട്രഗിൾസ് ഫേസ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ഓക്കെ ഫേസ് ചെയ്യാനുണ്ടാവും, ഒരാൾ മാത്രമല്ല, ഐ തിങ്ക് രണ്ടുപേരും. നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ ഇവിടെ റിയൂണിയൻ പോസിബിൾ ആണ്. എന്തായാലും നിങ്ങൾ റിയൂണിയൻ മാത്രമല്ല യൂണിയൻ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആണ്, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഹൈറോഫൻ്റ് ഉണ്ട് അഗെയിൻ ഇവിടെ. പക്ഷെ മേ ബി ഇവിടെ എനിക്കൊരു ഫീലിംഗ് വരുന്നത് റിലീജിയൻ വേറെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ. ഓക്കെ, അതായത് സൊസൈറ്റി അംഗീകരിക്കില്ല എന്ന രീതിക്കുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട് ലേശം. 10 of wands, 5 of wands, 3 of wands ഒക്കെ ഉണ്ട്. പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ, എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നവർ ആലോചിക്കുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുക എന്നവർ ആലോചിക്കുന്നുണ്ട്. യൂണിയൻ വേണം എന്നുണ്ട് അവർക്കും. ആൻഡ് സ്ട്രെങ്ത്, ഇത് അവരൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഈ ഒരു ബർഡൻ അവർ പുറത്തു വരിക, എങ്ങനെയാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരിക, എല്ലാം ആലോചന കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ് ചാൻസസ് ഉണ്ട്. വളരെ ഫീലിങ്സ് സ്ട്രോങ് ആണ്, വളരെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ലവേഴ്സ് കാർഡ്, നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ആയിരിക്കാം. തീർച്ചയായിട്ടും ആ ഒരു ഫീലിങ്സ് വൈസ് അവർക്ക് ശരിക്കും കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ, പക്ഷേ ലൈഫിലെ സിറ്റുവേഷൻസ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഇവിടെ. അതവർ വരും എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഹൈറോഫൻ്റ് ഫൈനലി ഇവിടെ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അവരൊരു കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കും. സ്ട്രെങ്ത് കാർഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഗൈഡൻസിന് കൂടി ലേശം നോക്കാം, എന്താ കാണുന്നത്, ഗൈഡൻസ് മെസ്സേജിൽ നിന്ന് എന്താ കാണുന്നത്, കാർഡ്സ് എന്താ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. മജീഷ്യൻ ആൻഡ് ദ മിറർ. Okay, goddess of the moon, happy family, very good. Woman holding a heart, man holding a coin. Okay, journey, yes. Indecision ഉണ്ട് ഇവിടെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, കൺഫ്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റായ അല്ലേ. നിങ്ങളുടെ പേഴ്സണ് വുമൺ ഹോൾഡിങ് എ കോയിൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് ലേശം. ഓക്കെ, അവരുടെ ലൈഫിൽ തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ ഇങ്ങോട്ടാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യമാണ് ഇവിടെ ആദ്യം തന്നെ കാണുന്നത്. മാൻ ഹോൾഡിങ് എ കോയിൻ എന്ന് പറയുമ്പോൾ ഒരു ഗിഫ്റ്റുമായിട്ട് വരാം, ഗിഫ്റ്റ് തരാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരാം, സ്റ്റേബിളായിട്ട് നിങ്ങളുടെ അടുത്തൊരു ഓഫറുമായിട്ട് വരിക എന്ന രീതിക്ക് പറയാം. അതാർക്കാ കൊടുക്കാൻ പോകുന്നത്? വുമൺ ഹോൾഡിങ് എ ഹാർട്ട്. ഓക്കെ, സോറി, മാൻ വുമൺ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോളൂ. ഓക്കെ, അതായത് ഇത് വുമൺ ആണെങ്കിലും നിങ്ങൾക്ക് അവർ മാരേജ് ഓഫർ തരില്ല, പക്ഷെ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ രീതിക്ക് എടുക്കാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ മജീഷ്യൻ ആൻഡ് ദ മിറർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട് എന്ന് പറയാം. ഓക്കെ, ചില കാര്യങ്ങളൊന്ന് തെളിഞ്ഞു വരാനുണ്ട്, ക്ലിയർ ആവാനുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ. ഹാപ്പി ഫാമിലി, നിങ്ങൾ തമ്മിലൊരു ഫാമിലി, ഹാപ്പി ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗോഡസ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ്, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ നിങ്ങൾക്കിവിടെ ഇമോഷണൽ കാര്യങ്ങൾ പറയാം. അതായത് അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നിങ്ങളോട് എന്നും പറയാം.
നിങ്ങളുമായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ആൻഡ് ഇവിടെ ജേണി ഉണ്ട്. ജേണി അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു യാത്രയുടെ ചാൻസ് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളെ കാണാൻ വരാം, മീറ്റ് ചെയ്യാം, മെസ്സേജ് വരാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകും, എന്തും ആവാം. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലൊരു തീർച്ചയായിട്ടും അവരൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ അഗെയിൻ ഇത് 2 ആണ് നമ്മുടെ ഡിസിഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർ ആ ഒരു തീരുമാനമെടുത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയാം. കമ്മിങ് ടുവേർഡ്സ് യു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്തേക്ക് അവർ ആ ഒരു ഡിസിഷൻ എടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിലേ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഇൻഡെസിഷൻ കാരണമാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലവർക്ക് അവരുടെ ലൈഫിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. മേ ബി അതിന് വേറെ ലേഡി ഉണ്ടാവും, വേറെ പേഴ്സൺ ഉണ്ടാവാം, തേർഡ് പാർട്ടി ആയിരിക്കാം. ചിലവർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, ചിലവർക്ക് ഫാമിലി തടസ്സങ്ങളായിരിക്കാം, ചിലവർക്ക് റിലീജിയൻ തടസ്സങ്ങളായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി, പക്ഷെ അവർ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് തരണം എന്ന ആഗ്രഹമുണ്ട്. കമ്മിറ്റഡ് ആണ് അവർ നിങ്ങളോട് ഓൾറെഡി. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.